നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയം ചോദിച്ചു. ഉസ്താദേ, ഈ പൂച്ച നജിസാണോ? നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ച മടിയിൽ കയറിയുന്ന നിസ്കാരം ബാത്തിലാകുമോ? പൂച്ചയുടെ രോമം അത് നജിസിൻ്റെ ഹുക്കുമാണോ ഉള്ളത്? അതേപോലെ തന്നെ പൂച്ചയെ വളർത്തൽ സുന്നത്താണോ? കൂലി കിട്ടുന്ന കാര്യമാണോ? പൂച്ചയെ കൊന്നാൽ പ്രശ്നമുണ്ടോ? അതേപോലെ തന്നെ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രത്യേക കുടുംബത്തിൽ ബർക്കത്തുണ്ടാകുമോ? ഒരു വീട്ടിൽ പൂച്ച പ്രസവിച്ചാൽ പ്രത്യേക പോരിശ ഉണ്ടാകുമോ? ഒരു വീട്ടിൽ പൂച്ച ചത്തു കിടന്നാൽ ബർക്കത്ത് കേടാണോ? ആഫത്ത് മുസീബത്താണോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ ചോദിച്ചിട്ടുണ്ട്. അതിന് നിവാരണം കാണലും നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയെ പരിപാലിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഉപ്പമാരെ, വളരെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പരിപാടി പ്രഭാതത്തിൽ നിന്ന് കാണുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, ഈ പരിപാടിയോട് മഹബത്ത് വെക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. അല്ലാഹുവിൻ്റെ റിദ്വാൻ നമുക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരണത്തിന് മുമ്പ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, ഒട്ടനവധി മാനസിക പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു ദൂരീകരിച്ച് സമാധാനവും ഫറഹും സുറൂറും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിൻ്റെ ഭവനമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ ഈ പ്രഭാതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദിനം മുഴുവനും പരിപൂർണമായ ബറക്കത്തുള്ള സുദിനമാക്കി നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി നമുക്കിടയിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. നമുക്കറിയാം, ആ ജീവിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ ഉന്നയിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ചില മസ്അലകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ചർച്ച പോകുന്നത്. അതിൽ പൂച്ചയെ വളർത്തൽ പുണ്യമുള്ള കാര്യമാണോ? അതേപോലെ തന്നെ പൂച്ചയുടെ രോമം നജിസാണോ? അതേപോലെ തന്നെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ മടിയിൽ പൂച്ച കയറി ഇരുന്നാൽ നിസ്കാരം ബാത്തിലാകുമോ? അതുപോലെ തന്നെ കൂട്ടിലിട്ടിട്ട്, ഇപ്പോൾ ഫാൻസി പൂച്ചകളൊക്കെ കൂട്ടിലിട്ടിട്ട് വളർത്താൻ പറ്റുമോ? അങ്ങനെ സംശയം ചോദിച്ചവരുണ്ട്. അതേപോലെ തന്നെ പൂച്ചയെ കൊല്ലാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ പൂച്ച പ്രസവിച്ചാൽ അവിടെ പ്രത്യേക ബറക്കത്തുണ്ടാകുമോ? പൂച്ച ഒരു വീട്ടിൽ ചത്തുകിടന്നാൽ അവിടെ വല്ല ദോഷങ്ങളുണ്ടാകുമോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ സർവ്വസാധാരണമായി ചോദിക്കാറുണ്ട്. നമ്മുടെ എല്ലാം പല സംശയങ്ങളും കൽബിലുണ്ട്. അതിനൊക്കെ ഒരു നിവാരണമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. പൂച്ച അതിനെ വളർത്തലുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പൂച്ച അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂച്ച നമുക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് ആ ജീവിയെ നജിസായിട്ടാണോ നമ്മൾ കാണേണ്ടത്? പല സംശയങ്ങളുമുണ്ടല്ലോ നമുക്ക്. അതിൽ ഹദീസിൽ കാണാം, ഇന്നഹാ ലൈസത്ത് ബി നജിസിൻ. പൂച്ച എന്ന് പറയുന്ന ജീവി അത് നജിസായൊരു ജീവിയല്ല. നമ്മുടെ വീടുകളിൽ നമ്മെപ്പറ്റി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ട് വിരോധമില്ലാത്ത ജീവിയാണ് എന്ന് മാത്രമല്ല, ഇന്നഹാ മിന തവാഫീന അലൈക്കും വ തവാഫാത്ത്. നിങ്ങളെ ചുറ്റിപ്പറ്റി, നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണ് പൂച്ച. അതുകൊണ്ട് തന്നെ ലൈസത്ത് ബി നജസിൻ, പൂച്ചയെ നജിസാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആട്ടിയോടിച്ച് മാറ്റി നിർത്തേണ്ട ജീവിയല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ അവലംബം പിടിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫത്താവൽ കുബറയിൽ പറയുന്നുണ്ട്, വയുസ്തഹബ്ബു തർബിയത്തുൽ ഹിറ. യഥാർത്ഥത്തിൽ പൂച്ചയെ വളർത്തൽ, പൂച്ചയെ പരിപാലിക്കൽ, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൽ, പൂച്ചക്ക് വെള്ളം കൊടുക്കൽ, പൂച്ചയ്ക്ക് എറിയൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യുസ്തഹബു, സുന്നത്താക്കപ്പെടുന്ന ഒരു കാര്യമാകുന്നു, പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈർ നമുക്ക് കിട്ടാൻ കാരണമാകും. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഹദീസ് വന്നിട്ടുണ്ട്.
ലൈസത്ത് ബിനജസിൻ, അത് നജസല്ല എന്നും അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ്, അതിനെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടതല്ല, അതിന് വേണ്ട ഇക്റാമ് ബഹുമാനം നിങ്ങൾ കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഹദീസ് ആധാരം വെച്ചുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്, അതിനെ ഭക്ഷണം കൊടുക്കലും പരിപാലിക്കലും. ഇനി കൂട്ടിലിട്ട് വളർത്താൻ പറ്റുമെന്ന, അപ്പോൾ ഫാൻസി പൂച്ചകൾ ഇപ്പോൾ ഒരു ട്രെൻഡാണ് പൂച്ചയെ വളർത്തൽ. അപ്പോൾ ചില പൂച്ചകളെ കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ടിട്ട് വളർത്താം, അതുകൊണ്ട് തെറ്റുണ്ടോ വിരോധമുണ്ടോ, അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് എന്നൊക്കെ ചർച്ചയുണ്ട്. എന്താണ് അതിൻ്റെ സാരാംശം എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൂട്ടിലിട്ട് വളർത്തി എന്നതുകൊണ്ടൊരു വിരോധമില്ല. അതിന് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും സൗകര്യങ്ങളും നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ പൂച്ചയെ കൂട്ടിൽ വളർത്തിക്കൊണ്ട് വിരോധമില്ല. ഏതുപോലെ നമ്മൾ കോഴികളെ കൂട്ടിൽ വളർത്തും, ആടുകളെ കൂട്ടിൽ വളർത്തും, സാധാരണ നമ്മൾ വളർത്തുന്ന മറ്റു ജീവികൾ അത് കൂട്ടിൽ വളർത്തിക്കൊണ്ട് വിരോധമില്ല. നമ്മൾ പരിപാലിക്കാതെ വെള്ളം കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഹബ്സ് ചെയ്യുക എന്ന് പറയുന്ന, കൂട്ടിലിടുക എന്ന് പറയുന്നത് തെറ്റാകുന്നത്. അല്ലാതെ കൂട്ടിൽ വളർത്തിയതുകൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് മനസ്സിലാക്കണം. ഇനി പൂച്ചയുടെ രോമം നജിസാണോ എന്നുള്ളതാണ്. പൂച്ചയുടെ രോമം നജിസായിട്ട് വരുമോ? ഇവിടെ ഗൈറു മഅ്കൂലാത്തുകൾ, തിന്നപ്പെടാത്ത ജീവികളിലാണ് മഹാന്മാരായ ഫുഖഹാക്കൾ പൂച്ചയെ എണ്ണിയിട്ടുള്ളത്. പൂച്ചയെ നമ്മൾ ഭക്ഷിക്കാറില്ല. ഭക്ഷിക്കാൻ പറ്റാത്ത, അനുവാദമില്ലാത്ത ഗൈറു മഅ്കൂലാത്തുകളിൽപ്പെട്ട ജീവിയായതുകൊണ്ട് പൂച്ചയുടെ ശരീരത്തിൽ നിന്നും വേർവിട്ടു പോകുന്ന രോമങ്ങൾ നജിസിൻ്റെ ഹുക്കുമാണ്. അത് നമ്മുടെ നിസ്കരിക്കുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ അത് ഉണ്ടായാൽ തീർച്ചയായും നിസ്കാരം സ്വഹിയാകൂല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്തഹിയാത്തിലിരിക്കുകയാണ്, പെട്ടെന്ന് പൂച്ച, നമ്മൾ വളർത്തു പൂച്ചയാണ്, വന്നിട്ട് നമ്മുടെ മടിയിലേക്ക് കയറിയിരുന്നു. അപ്പോൾ പ്രശ്നമുണ്ടോ? അപ്പോൾ പ്രശ്നമുണ്ട്. ആ നിസ്കാരം ബാത്തിലാകും. കാരണം പിൻഭാഗത്ത് നജസ് വഹിച്ചുകൊണ്ടുള്ള ജീവിയെ ഒരാൾ ചുമന്നാൽ നിസ്കാരം ബാത്തിലാകും എന്നാണ് ഹുക്മ്. ആ ഒരു ഹുക്മിനോട് ചേർത്തിക്കൊണ്ടാണ് ഇവിടെ മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൂച്ച വന്നിട്ട്, നമ്മൾ വളർത്തുന്ന പൂച്ചയാണ്, അത് വന്നിട്ട് മടിയിലിരുന്നാൽ തീർച്ചയായും നിസ്കാരം ബാത്തിലാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂച്ചയെ വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പൂച്ചയെ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഹദീസുകൾ പരാമർശം പറഞ്ഞുകൊണ്ട് സംശയങ്ങൾ പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം നവവി തങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പൂച്ചകളെ വിൽക്കുന്നത് ജായിസുൻ ബിലാ ഖിലാഫിൻ ഇൻദന. നമ്മുടെ അടുക്കൽ ശഫഈ മദ്ഹബിൽ ഒരു കാരണവശാലും പൂച്ചയെ വിൽക്കൽ പാടില്ല, അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ല എന്ന നിയമമില്ല. ജായിസുൻ, അത് അനുവദനീയമാണ്, അതിനെ വിൽക്കുന്നുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പൂച്ചയെ കൊല്ലാൻ പറ്റുമെന്നുള്ളതാണ്. അവിടെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ ഫസാദ് പൂച്ച ഉണ്ടാക്കിയാൽ, നമ്മുടെ ബെഡിൽ കയറി മുത്തുറയിക്കുക, നമ്മുടെ എന്താ പറയുക സീറ്റിൽ, നമ്മുടെ ചെയറിൽ കയറി കാഷ്ടിക്കുക, അങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് ഫസാദ് ഉണ്ടാക്കുന്ന പൂച്ചയാണെങ്കിൽ പോലും അതിനെ കൊല്ലാൻ പാടില്ല, അനുവദനീയമല്ല, ഹറാമാകുന്നു. ചെറിയ ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അതിനെ നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കളയാമെന്നല്ലാതെ ഒരു കാരണവശാലും പൂച്ചയെ കൊല്ലാൻ പാടില്ല. അതിനെ എറിഞ്ഞിട്ട് പൂച്ചയുടെ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിലൂടെ പോകുന്ന പല പൂച്ചകളുടെയും കാലൊടിഞ്ഞിട്ട് ഇങ്ങനെ വികലാംഗരായിട്ട് നടക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ആ അപകടം വരുത്തി വെക്കുന്ന ആളുകൾ വലിയ പ്രയാസത്തിലും വിഷമത്തിലേക്കും അതിൻ്റെ കാരണത്താൽ പോകും എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പൂച്ചയെ കൊല്ലാനുള്ള യാതൊരുവിധ അനുവാദമില്ല. ഒരു കണ്ണീച്ചോരയില്ലാത്ത അവസ്ഥയിൽ പൂച്ച വീട്ടിൽ പ്രസവിച്ച് കിടക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആ തള്ള കാണാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയുക, കനാലിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളയുക, അതെല്ലാം ഏറ്റവും ക്രൂരതയാണ്. പൂച്ച മരിക്കാൻ നമ്മൾ കാരണമായി, അല്ലെങ്കിൽ പൂച്ചയെ കൊല്ലാൻ ഒരിക്കലും നമ്മൾ കാരണമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വെച്ചിട്ട് മഹാരഥന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഉരിദത്ത് അലയ്യന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, എൻ്റെ മുന്നിൽ ഒരു വേള നരകത്തെ കാണിക്കപ്പെട്ടു. ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ ഒരു പെണ്ണ്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പെണ്ണ് നരകത്തിൽ വലിയ ശിക്ഷയിലാണ്. ശിക്ഷയുടെ കാഠിന്യത്താൽ കടന്ന് പെടയാണ് നരകത്തിൽ. നോക്കുമ്പോൾ എന്താ പ്രശ്നം? ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് ഒരു പൂച്ചയെ ബന്ധസ്ഥനാക്കി വെച്ചു. അതിന് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ആ പെണ്ണ് കാരണമായി മാത്തത്ത് ആ പൂച്ച മരിച്ചുപോയി. അപ്പോൾ പൂച്ചയെ കൊന്നുകളയാണ് അവിടെ ചെയ്തത്. യഥാർത്ഥത്തിൽ പൂച്ച മരിക്കാൻ കാരണമായ, കൊല്ലപ്പെടാൻ കാരണമായ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ അല്ലാഹു വലിയ ശിക്ഷ കൊടുത്തു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു കാരണവശാലും ഏത് ജീവിയെയും അങ്ങനെ തന്നെയാണ്. ജീവികളെ അകാരണമായി പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. പിന്നെ കൊല്ലാൻ അനുവദിക്കപ്പെട്ട ജീവികളുണ്ട്, അതിന് വിരോധമില്ല. അല്ലാത്ത ജീവികളിൽ, പാടില്ലെന്ന് പറഞ്ഞ് അനുവദനീയമല്ലാത്ത ജീവികളിൽ നമ്മൾ ഉപദ്രവമേൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കും, വലിയ വിഷമങ്ങളുണ്ടാക്കും. നരകത്തിൽ പോയി പോലും വീഴാനത് കാരണമാകും അല്ലേ? ബഗയ്യത്തായ ഒരുപാട് തിന്മകൾ എമ്പാടും ചെയ്തിട്ടുള്ള ഒരാൾ നായ്ക്ക് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നാണ്, മൗഫിറത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവികളോടുള്ള കാരുണ്യം അത് പരിശുദ്ധമായ ദീനിൻ്റെ ഒരു അടിസ്ഥാന പ്രമേയം കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹദീസിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പൂച്ച ഒരു ഇക്റാമിൻ്റെ ആദരവ് നമ്മൾ കൊടുക്കേണ്ട ഒരു മൃഗം തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്നാണ് ആ ഒരു പേര്. ഒരു കുഞ്ഞൻ പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ചയെ തർബീയത്ത് ചെയ്യുക, അതിന് വെള്ളം കൊടുക്കുക, അതിനെ പരിപാലിക്കുക, അതിനെ ഇഷ്ടപ്പെട്ട് കൊണ്ടെടുക്കുക, ആ ഒരു കാരണത്താലാണ് ആ പേര് പോലും വന്നത് എന്ന് പോലും ചരിത്ര കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പൂച്ചകളോട് കാണിച്ച സ്നേഹവും ആദരവും ഒക്കെ തന്നെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് കാണിച്ചു. അത് നമ്മൾ തുടർത്തിയാൽ വല്ലാത്ത ബർക്കത്തുണ്ടാവും. ഒരു പൂച്ച വീട്ടിലുണ്ട്, ഒറ്റ പൂച്ച, ചെറിയൊരു പൂച്ചക്കുട്ടിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ പൂച്ച കൊടുക്കുന്നുണ്ട്, പൂച്ചയും അതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കുടുംബത്തെ അള്ളാഹു പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാക്കില്ല. കാരണം തെറ്റുകൾ ചെയ്യുന്ന നമുക്ക് ഭക്ഷണം തരുന്നുണ്ട് അള്ളാഹു. അതിനേക്കാൾ എമ്പാടും അള്ളാഹു സുബ്ഹാനഹു വ തആല മിണ്ടാപ്രാണിയായ കൊച്ചു ജീവിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കും. അള്ളാഹു അത് കാരണമായി നമ്മുടെ ജോലിയിലൊക്കെ ബർക്കത്തുണ്ടാവും. നല്ലതാണ്. ഇനി വീട്ടിൽ പൂച്ച പ്രസവിച്ച് കിടന്നാൽ വലിയ പോരിശയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിനീതൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വീട്ടിലൊരു പൂച്ച പ്രസവിച്ചാൽ അത് വലിയ പോരിശയുടെ കാരണമാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ, തള്ളയെ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുക, അതിലൊരുപാട് ബർക്കത്തുണ്ടാവും, അതിൽ സംശയമില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രസവിക്കണം, തൊട്ടടുത്തായി പോയി എന്നുള്ള ബേജാറിൽ ആരും വിഷമം വിചാരിക്കേണ്ട. അതിൽ പ്രത്യേകം പോരിശയല്ല, നമ്മൾ പരിപാലിക്കുന്നതിലാണ് പോരിശ. ചില വീടുകളിൽ പൂച്ച ചത്ത് കിടക്കുകയാണ്, അതുകൊണ്ട് എന്തോ ഒരു അപകട സൂചനയാണ്, എന്തോ ആഫത്ത് മുസീബത്താണ് എന്ന് കരുതിയിട്ടും ബേജാറാകുന്ന ആളുകളുണ്ട്. അതൊക്കെ അന്ധവിശ്വാസമാണ് അല്ലേ? ജീവനുള്ളൊരു ജീവി, അത് മരണം, അതിൻ്റെ ഹയാത്തിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റ് വരുമ്പോൾ എവിടെ വെച്ചാലും മരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ മനുഷ്യർ മരിക്കുന്നില്ലേ? വ്യക്തികൾ മരിക്കുന്നില്ലേ കുടുംബങ്ങളിൽ? അത് ബർക്കത്തുകേടാണോ? അല്ല, അത് ആയുസ് പൂർത്തിയാകുമ്പോൾ മരിക്കും. അതല്ലാതെ അതിൻ്റെ പേരിൽ ആരും ബേജാറാകേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവികളോട് കാരുണ്യം കാണിക്കണം. പ്രത്യേകിച്ച് തവാഫീങ്ങളായ, നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, നമ്മൾ ഭക്ഷണം കൊടുത്താൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അത്തരം പൂച്ച പോലുള്ള നമ്മുടെ ചെറുജീവികളെ, മിണ്ടാപ്രാണികളെ പരിഗണിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിഗണന നമുക്ക് കിട്ടാൻ ഒരു കാരണമാകും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നേറുക. ഈ മസലകൾ സർവ്വസാധാരണമായി നമ്മൾ ബന്ധപ്പെടുന്നതായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു വിജയം നൽകട്ടെ. അള്ളാഹു ഈ ദിവസത്തിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് നൽകട്ടെ. എല്ലാ ശർറുകളെയും അള്ളാഹു തട്ടിമാറ്റട്ടെ. അതിനുള്ള ദിക്ർ എല്ലാവരും കൂടെ ഒരുമിച്ച് 3 വട്ടം പറയണം. അള്ളാഹു സുബ്ഹാനഹു തആല ആ ദിക്ർ പറയുന്ന നമ്മുടെ നാവുകൾക്ക് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل